നമ്മളായിട്ട് പഠിക്കാൻ പോകുന്നത് കവിതയുടെ, അതായത് ശ്രീ നിരാലാജിയുടെ വഹ് തോട്ടി പത്തർ എന്ന് പറയുന്ന കവിതയുടെ ആശയമാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. വഹ് തോട്ടി പത്തർ ദേഖാ ഉസേ മേനെ ഇലഹാബാദ് കെ പദ് പർ വഹ് തോട്ടി പത്തർ कोई ना छायादार पेड़ वह जिसके तले बैठी हुई स्वीकार शयम तान बर्बादा यौवन नद नय प्रिय कर्मरत मन गुरु हयौड़ा हाथ करती बार बार प्रहार सामने तरु मालिका अटालिका प्रकार चद रही दी दूबहा गर्मियों के दिन दिवा का समत मादा रूप उड़ी जुलसाती हुई लू रूई ज्योम जलती हुई भू गर्द चिनगी चा गई प्रायः हुई दोपहर वह तोड़ती पत्थर देखते देखा मुझे तो एक बार उस भवन की ओर देखा छिन्न तार देख कर कोई नहीं देखा मुझे उस दृष्टि से जो मार गा रोई नहीं सजा सहज सितार सुनी मैंने वह नहीं जो सुनी दी झंकार एक क्षण के बाद वह कौपी सुधार दुलक माया से गिरे सिगार लीन होते कर्म में फिर ज्योम कहा मैं तोड़ती पत्थर. അപ്പോൾ ഈ ഒരു കവിതയുടെ ആശയമാണ് എന്ത്, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ആൻസർ നമുക്ക് എഴുതേണ്ട. അപ്പോൾ ഭാവാർത്ഥം അല്ലെങ്കിൽ ആശയമാണ്, കവിതയുടെ ആശയം എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഛായാവാദി യുഗത്തിലെ പ്രമുഖ കവിയായിട്ടുള്ള നിരാല ജി എഴുതിയിട്ടുള്ള ഒരു കവിതയുടെ ഭാഗമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ വായിച്ചത്. ഇലഹബാദ് की किसी सड़क पर काम में लगी एक श्रमिक महिला को देखकर निराला जी लिखते हैं कि जहाँ वह महिला बैठी है वहाँ तेज धूप है, कोई छायादार पेड़ वहीं नहीं है, परंतु उस महिला को कोई शिकायत नहीं है. ഇലഹബാദിൽ ഒരു വഴിയരികിൽ സ്ട്രീറ്റിൽ ജോലി ചെയ്യുന്ന ഒരു श्रमिक युवती श्रमिक महिला को देखकर निराला जी लिखते हैं कि जहाँ वह महिला बैठी है वहाँ तेज धूप है. ഇലഹബാദിലെ ഒരു വഴിവക്കിലിരുന്ന് കല്ല് പൊട്ടിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് കവി ഇവിടെ പറയുന്നത്. ആ സ്ത്രീ ഇരിക്കുന്ന സ്ഥലത്ത് നല്ല വെയിലാണ്, തണലിനായി ഒരു മരം പോലും, അവിടെ ഒരു തണൽ മരം പോലും ഇല്ല. അപ്പോൾ അവിടെ ആ വെയിലത്തും ചൂടിലും പൊടിയിലൊക്കെ ഇരുന്നാണ് അവൾ കല്ല് പൊട്ടിക്കുന്ന ജോലിയാണ് അവൾ ചെയ്യുന്നത്. അപ്പോൾ അവളുടെ കയ്യിൽ എന്താണ്, അത്രത്തോളം ഭാരമുള്ള ഒരു ഹതൗഡ ലേക്കർ എന്ന് വെച്ചാൽ എന്താണ്, ഹതൗഡ എന്ന് വെച്ചാൽ എന്താണ്, ചുറ്റിക. അപ്പോൾ അത്രത്തോളം വെയിറ്റുള്ള ഒരു ചുറ്റിക വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവൾ കല്ല് പൊട്ടിക്കുന്ന ജോലി ചെയ്യുന്നത്. कोई छायादार पेड़ नहीं है परंतु उस महिला को कोई शिकायत, അവൾക്ക് ആരോടും എന്താണ് ഒരു പരാതിയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. കാരണം ആ സ്ത്രീക്കറിയാം തനിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവുകയെന്നത് വെറുതെയാണ്. അതായത് തനിക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ തന്നെ ശ്രദ്ധിക്കുവാനോ അല്ലെങ്കിൽ എന്താണ് തനിക്ക് വേണ്ടി ആരും ഒരു ഹെൽപ്പും ചെയ്യാനായിട്ട് പോകുന്നില്ല എന്ന് അവൾക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അവൾ അവളുടെ ജോലി വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ചെയ്യാനാണ്, അവളുടെ ജോലിയിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. क्योंकि वह जानती है कि अनुकूल परिस्थितियों की कल्पना करने से व्यर्थ है. धूप में काम करने वाली उस श्रमिक स्त्री का रंग काला पड़ गया है. പൊടിയിലും വെയിലത്തുമെല്ലാം ഇരുന്ന് ജോലി ചെയ്ത് അവളുടെ നിറം മങ്ങിപ്പോയിരിക്കുന്നു, അഴുക്കായിരിക്കുന്നു എന്ന് വിചാരിച്ചാൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അവൾ മൊത്തം എന്താണ് ക്ഷീണിച്ച് അവളുടെ ഫേസ് എല്ലാം എന്താണ് വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഉസ്കി ജുഗി ആംഗോ ബഡി പ്യാരി ലഗി है, हाथ में भारी हथौड़ा लेकर एक पत्थरों को तोड़ रही है. वही उसके एकदम सामने के परिवेश से संपन्नता और सुविधा झलक रही है. वहाँ सुंदर सजावटी वृक्षों की पंक्तियाँ है, विशाल ऊंचे भवन है, उनके चारों ओर सुंदर दीवारें है. ചുറ്റും നല്ല എന്താണ് മതിലൊക്കെ കെട്ടി നല്ല മുറ്റമൊക്കെ നല്ല പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് എന്നാണ് എല്ലാവരും അവരവരുടെ
മുറ്റം മാത്രം വൃത്തിയാക്കി മുന്നോട്ട് പോവുക എന്നാണ്. എന്ന് വെച്ചാൽ ആശയം എന്തായിരിക്കും? എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് ജീവിച്ചു പോവുക. അതായത് മറ്റുള്ളവരുടെ ദുഃഖം എന്താണെന്നോ അതിൽ പങ്കുചേരുക, അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുക ഒന്നും ചെയ്യാതെ തന്നെ എല്ലാവരും എന്താണ് അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. സ്വന്തം സ്വാർത്ഥതയാണ് ഇവിടെ, മനുഷ്യൻ്റെ സ്വാർത്ഥതയാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കിപ്പോകുന്ന കുറേ മനുഷ്യരെ അവൾ നിരന്തരം ദിവസവും അവൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അവൾ ആരും തന്നെ അന്വേഷിക്കുകയോ തന്നോടൊന്ന് ഒരു വാക്ക് പോലും മിണ്ടുകയോ ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് ജീവിച്ചു പോവുകയാണെന്നാണ് കവി ഇവിടെ പറയുന്നത്. വേ ലോഗ് സുഖ സുവിധാവോം കെ ബീച്ച് ആസ് പാസ് की परिस्थितियों को बकबर अपने आप में सिमट हुए हैं, जबकि उन भवनों का निर्माण करने की मौसम की मार से बचने की सुविधा तक नहीं है. അവിടെ എല്ലാവരും സുഖസൗകര്യത്തിലും ഇരിക്കുന്ന കുറേ മനുഷ്യരാണ് ആ മതിൽക്കെട്ടിനകത്തുള്ളത്. അവർ മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നു എന്നത് ശ്രദ്ധിക്കുന്നില്ല. കവിതയുടെ ഭാഗത്ത് നമുക്ക് വ്യക്തമാകുന്നത് നല്ല സുഖസൗകര്യത്തിൽ ജീവിക്കുന്നവരെല്ലാവരും ഉയർന്ന ആളുകളാണ്. അവരെല്ലാം മറന്ന് അവർക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. അതായത് സ്വന്തം കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത് എന്നാണ് ഈ ഒരു പോയത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയമെന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ആ ഒരു സ്വാർത്ഥത, അല്ലെങ്കിൽ അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നു. അപ്പോൾ സ്വാർത്ഥ താല്പര്യമാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്.